ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. സെപ്റ്റംബർ മാസത്തെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായതാരാണ്? ശാരദാ മുരളീധരൻ. സംസ്ഥാനത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. മിഷൻ റൂമി 2024 മിഷൻ റൂമി 2024 എന്ന് പേരിട്ട പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റ് ചെന്നൈയിൽ വിജയകരമായി വിക്ഷേപിച്ചു. പുനരുപയോഗ സാധ്യമായ ഹൈബ്രിഡ് റോക്കറ്റിൻ്റെ പേരെന്താണ്? മിഷൻ റൂമി 2024. യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിന് കിരീടം. യുവേഫ സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡിനാണ് കിരീടം. അടുത്തത് സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ ആര്യാന സബലങ്കയും. സിൻസിനാറ്റി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗത്തിൽ 1ാം സീഡ് യാനിക് സിന്നറും ലോക വനിതാ 2ാം നമ്പർ ആര്യാന സബലങ്കയുമാണ് ജേതാക്കൾ. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ മക്ലറിൻ്റെ ലാൻഡോ നോറിസിനാണ് കിരീടം. ഫോർമുല 1 ഡച്ച് ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയതാരാണ്? മാക്ലറിൻ്റെ കളിക്കാരനായ ലാൻഡോ നോറിസാണ്. ഓക്കെ, പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്ത് അർമാൻഡ് ഡുപ്ലാന്റിസ്. സിലാൻസിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. ഓക്കെ, പോൾ വാൾട്ടിൽ 10ാം തവണയും ലോക റെക്കോർഡ് തകർത്തത് അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. സിലാൻഡിയ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 6.26 മീറ്റർ ചാടിയാണ് സ്വീഡിഷ് താരം പുതിയ ഉയരം കുറിച്ചത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ അധ്യക്ഷനായി നിയമിതനായത് ഇന്ത്യയുടെ ജയ്ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ജയ്ഷാ. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളികളായ സജന സജീവനും ആശാ ശോഭനയും. UAEയിൽ നടക്കുന്ന 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് സജന സജീവനും ആശാ ശോഭനയും. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സ് നടന്നത് എവിടെയാണ്? പാരീസിൽ. ഓക്കെ, ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയായ മിത്രശക്തിയുടെ 2 ആഴ്ച നീണ്ടുനിന്ന 10ാം പതിപ്പ് ശ്രീലങ്കയിലെ മധുരു ഓയയിലെ പട്ടാള പരിശീലന സ്കൂളിൽ സമാപിച്ചു. ഇവിടെ ഓർത്തിരിക്കുക, ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക പരിശീലന പരിപാടി ഏതാണ്? മിത്രശക്തി. ഇന്ത്യയും ശ്രീലങ്കയും മിത്രശക്തി. അടുത്തത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായതാരാണ്? IAS ഉദ്യോഗസ്ഥനായ ഗോവിന്ദ് മോഹനാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ. സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ഓഗസ്റ്റ് 19-ാം തീയതി രാത്രി ഇന്ത്യൻ ആകാശത്ത് ദൃശ്യമായി. എന്നാണ്? 2024 ഓഗസ്റ്റ് 19-നാണ് സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്ന ചാന്ദ്രവിസ്മയം ആകാശത്ത് ദൃശ്യമായത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല വിഴിഞ്ഞം തുറമുഖത്തെത്തി. ഓക്കെ, ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പായ ഡെയ്ല പേരോർത്തിരിക്കുക, ഡെയ്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്ക് എവിടെയാണ്? ബാംഗ്ലൂരുവിൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്ക് ബാംഗ്ലൂരുവിൽ. മികച്ച കർഷകന് കൃഷിവകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ഇടുക്കി രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്കും കേരകേസരി പുരസ്കാരം മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്കും ലഭിച്ചു. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അപ്പോൾ കർഷകോത്തമ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഇടുക്കി രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്ക്. കേരകേസരി പുരസ്കാരോ മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്ക്. കൃഷിവകുപ്പിൻ്റെ മാധ്യമപ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണന്. കൃഷിവകുപ്പിൻ്റെ മാധ്യമപ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത് TV രാധാകൃഷ്ണന്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് ഹരിത സാവിത്രിയുടെ
സീൻ എന്ന നോവൽ അർഹമായി. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ഹരിദാസ് സാവിത്രിയുടെ സീൻ എന്ന നോവലിന് 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് ഏതാണ്? ഡെയ്ല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡക്ക് എവിടെയാണ്? ബാംഗ്ലൂരുവിൽ. മികച്ച കർഷകന് കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് ഇടുക്കി രാജാക്കണ്ടം സ്വദേശി CD രവീന്ദ്രൻ നായർക്ക്. കേരകേസരി പുരസ്കാരം ലഭിച്ചതോ മലപ്പുറം താനാളൂർ സ്വദേശിനി PT സുഷമയ്ക്ക്. 2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കൃഷി വകുപ്പിൻ്റെ മാധ്യമപ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം ലഭിച്ചത് TV രാധാകൃഷ്ണന്. കൃഷി വകുപ്പിൻ്റെ മാധ്യമം TV അങ്ങനെ കണക്ട് ചെയ്യാലോ. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കുള്ള കർഷക ഭാരതി പുരസ്കാരം TV രാധാകൃഷ്ണന്. 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രിയുടെ സീൻ എന്ന നോവലിന്. 75,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന് ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് $20,000 അതായത് 17 ലക്ഷം രൂപയാണ് ലഭിക്കുക. ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് ലഭിച്ചത് മലയാളി ചിത്രകാരനായ പ്രദീപ് പുത്തൂരിനാണ്. $20,000 ആണ് സമ്മാനത്തുക, അതായത് 17 ലക്ഷം രൂപ. അടുത്തത് NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം MT വാസുദേവൻ നായർക്ക്. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്ക്. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ അടുത്ത മാസം സ്ഥാനമൊഴിയും. ഇപ്പോൾ പുതിയ ആളെത്തിയിട്ടുണ്ടല്ലേ പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബയാണ് ഇപ്പോഴത്തെ ജപ്പാൻ പ്രധാനമന്ത്രി. തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേത്ത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? പെയ്ത്തോങ് താൻ ഷിനാവത്രയാണ് പുതിയ തായ്ലൻഡ് പ്രധാനമന്ത്രി. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സാണ് പറഞ്ഞത്? ന്യൂയോർക്ക് ആസ്ഥാനമായ പൊള്ളോക്ക് ക്രാസ്നർ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ അന്തർദേശീയ ഗവേഷണ ഗ്രാന്റ് ലഭിച്ചത് മലയാളി ചിത്രകാരൻ പ്രദീപ് പുത്തൂരിന്. ഓക്കെ, എത്ര രൂപയാണ്? $20,000 17 ലക്ഷം രൂപ, അതാണ് സമ്മാനത്തുക. NE ബാലകൃഷ്ണ മാരാർ സ്മാരക സാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. 1 ലക്ഷം രൂപയും സാക്ഷ്യപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ സ്ഥാനമൊഴിഞ്ഞു. പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബ. തായ്ലൻഡ് പ്രധാനമന്ത്രി ശ്രേത്ത തവിസിനെ ഭരണഘടനാ കോടതി പുറത്താക്കി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? പെയ്ത്തോങ് താൻ ഷിനാവത്ര. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLVയുടെ 3ാമത്തെ വിക്ഷേപണം വിജയം. SSLV D3 ഏതാണ് വിക്ഷേപിച്ചത്? 2024 ഓഗസ്റ്റ് 16 ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-08 ആണ് SSLV D3 വിക്ഷേപിച്ചത്. ഓക്കെ. ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും. ഓക്കെ, ലതാ മങ്കേഷ്കർ പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കും സംഗീത സംവിധായകൻ ഉത്തം സിംഗിനും. 2022 ലതാ മങ്കേഷ്കർ പുരസ്കാരമാണ് ഉത്തം സിംഗിന്. സംഗീത സംവിധായകൻ ഉത്തം സിംഗിന് 2022 ലതാ മങ്കേഷ്കർ പുരസ്കാരം. 2023 ഗായിക KS ചിത്രയ്ക്ക്. ഓക്കെ, 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. രാഹുൽ നവീനാണ് അടുത്ത ED ഡയറക്ടർ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ രാഹുൽ നവീൻ. രാജേഷ് കുമാർ സിംഗിനെ പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചു. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് DGP ആയി സ്ഥാനക്കയറ്റം നൽകി. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഇപ്പോൾ DGP ആണ്. SBIയുടെ പുതിയ ചെയർമാനായി DS സെട്ടി. SBIയുടെ പുതിയ ചെയർമാൻ DS
സെട്ടി. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിൽ, ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോളണ്ട്, ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തി. 1991 ഉക്രൈൻ സ്വതന്ത്രമായ ശേഷം അവിടം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 45 വർഷങ്ങൾക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മോദി. ഓക്കെ, മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിച്ചു. മോദി ആൻഡ് US പ്രോഗ്രസ് ടുഗദർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ സെപ്റ്റംബർ 22 പ്രധാനമന്ത്രി US പോയത്. ഓക്കെ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശിൽ നിന്ന്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിക്കും. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ ആളില്ലാ ദൗത്യം ഈ വർഷം അവസാനത്തോടു കൂടി വിക്ഷേപിക്കും. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമം ഏഷ്യയിലെ തന്നെ സമ്പന്ന ഗ്രാമമായി. ഗുജറാത്ത് കച്ച് ജില്ലയിലെ മദാപർ ഗ്രാമമാണ് ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. പ്രകൃതിദത്ത വജ്രാഭരണ വിപണിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. അടുത്തത് ഈയിടെ അന്തരിച്ച വ്യക്തികളാണ്. കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന VP മോഹൻകുമാർ അന്തരിച്ചു. ഓക്കെ, ഈയിടെ അന്തരിച്ച VP മോഹൻകുമാർ ആരായിരുന്നു? കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗവുമായിരുന്നു. അടുത്തത് ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ മരിയ ബ്രെന്യാസ് മെറേറ അന്തരിച്ചു. 117 വയസ്സായിരുന്നു. ഓക്കെ, ബ്രെന്യാസ് മെറേറ ആരാണ്? മരിയ ബ്രെന്യാസ് മെറേറ ലോകത്തെ ഏറ്റവും പ്രായമേറിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ്. 117 വയസ്സായിരുന്നു. ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം അലൻ ഡെലൻ അന്തരിച്ചു. അലൻ ഡെലൻ ആരാണ്? ഫ്രഞ്ച് ചലച്ചിത്ര ഇതിഹാസം. മലയാള സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന സംവിധായകൻ മോഹൻ വിട പറഞ്ഞു. ഓക്കെ, മലയാള സിനിമ സംവിധായകനായിരുന്നു മോഹൻ. തീരസംരക്ഷണ സേന ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു. തീരസംരക്ഷണ സേന ഡയറക്ടറായിരുന്നു ജനറൽ രാകേഷ് പാൽ. കരസേന മുൻ മേധാവി ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ അന്തരിച്ചു. ഓക്കെ, കരസേന മുൻ മേധാവിയായിരുന്നു ജനറൽ സുന്ദരരാജൻ പത്മനാഭൻ.